നമസ്കാരം. കാലാനുവർത്തിയായി നമ്മിൽ ഹാസ്യരസമുണർത്തുന്ന കലാകാരനാണ് ചാർലി ചാപ്ലിൻ. എന്നാൽ അയാൾ തൻ്റെ ബാല്യ കൗമാരകാലങ്ങളിൽ അനുഭവിച്ച കഠിന ദാരിദ്ര്യത്തിൻ്റെയും അനാഥത്വത്തിൻ്റെയും കഥകൾ അയാളുടെ ആത്മകഥയിൽ വായിക്കുവാൻ സാധിക്കുന്നതാണ്. അഗതി ആശ്രമങ്ങളിലും ഊരു ചുറ്റുന്ന നാടക കമ്പനികളിലുമായി കഴിഞ്ഞിരുന്ന ഒരു കാലത്തിൽ നിന്നുമാണ് വിശ്വപ്രസിദ്ധനായ ഫലിതപ്രഭു രൂപപ്പെട്ടു വന്നത്. പിതാവിൻ്റെ തുണയില്ലാതെ വളർന്ന നേരങ്ങളിൽ വിശപ്പ് സഹിച്ച് ഭ്രാന്തായിപ്പോയ അമ്മയെക്കുറിച്ചുള്ള ഒട്ടേറെ സ്മരണകൾ ആ ആത്മകഥയിലുണ്ട്. പിൽക്കാലത്ത് അമേരിക്കയിലെത്തി സമ്പന്നനായ വഴികളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ മനോനില വീണ്ടെടുത്ത അമ്മയെ തൻ്റെ പുതിയ വീട്ടിലെത്തിച്ചതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരിടം ആത്മകഥയിലുണ്ട്. ചാപ്ലിൻ എഴുതുകയാണ്, ഞങ്ങൾ തനിച്ച് ബെവർലി ഹിൽസിലെ വീടിൻ്റെ പുൽത്തകിടിയിൽ ഇരിക്കുകയാണ്. ഉദ്യാനത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് അമ്മ പുകഴ്ത്തുന്നുണ്ട്. നമുക്ക് 2 ഉദ്യാനപാലകരുണ്ട് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ ഒരു നിമിഷം ആലോചിച്ച് എൻ്റെ നേരെ നോക്കി. നീ ഇപ്പോൾ വലിയ പണക്കാരനായിരിക്കും അല്ലേ? അമ്മ പറഞ്ഞു. അമ്മേ, ഞാനിപ്പോൾ $50 ലക്ഷം ഉടമയാണ്. അമ്മ ചിന്താധീനയായി തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, ഈ സമ്പത്ത് നിനക്ക് നിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുന്നിടത്തോളം കാലം. ഇതുമാത്രമായിരുന്നു അമ്മയുടെ ഏക അഭിപ്രായം. ശരിക്കും നോമ്പിന് ഇങ്ങനെ ഒരു മാതൃഭാവമുണ്ട്. എത്രയോ വട്ടം ഇത് നമ്മോട് പറയുന്നുണ്ട്. പൊന്നിനും വെള്ളിക്കും വായുണ്ടായിരുന്നെങ്കിൽ അതിനെ സമ്പാദിക്കുന്നവരോട് അതിപ്രകാരം പറയുമായിരുന്നു, മരണം വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ അവശേഷിക്കും. നിനക്ക് പ്രയോജനം ചെയ്യാത്ത സമ്പാദ്യത്തിനായി നിത്യവും ഓടുന്ന വിധം ഈ ലോകധനം നിന്നെ തെറ്റിക്കുകയും കുഴയ്ക്കുകയും ചെയ്യുന്നത് എന്ത്? അത് നിത്യവും വർദ്ധിപ്പിക്കാനായി നീ ഉഴർന്നു. എന്നാൽ എല്ലാം ശേഖരിച്ചു കഴിയുമ്പോൾ എല്ലാം കൂടി ഒരു നാഴിക നേരം മാത്രം നിലനിൽക്കുന്നു. ഒരു പനി മാറ്റാൻ നിന്റെ ധനത്തിന് കെൽപ്പില്ലെങ്കിൽ പിന്നെ എന്ത്? ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരുടെയും നിക്ഷേപങ്ങളെ കൂട്ടിവെച്ചാലും ദൈവാശ്രയമുള്ള ഒരുവനേക്കാൾ അത് തികച്ചും നിസ്സാരമാണ്. ഇങ്ങനെ എത്രയെത്ര വരികളാണ് നോമ്പിൻ്റെ നമസ്കാരങ്ങളിലൊക്കെ നാം കണ്ടത്. സത്യമായും നമ്മുടെ പരിഗണനകൾക്കൊക്കെ ഒരു മാറ്റം വരുത്താനുള്ള ആന്തരിക ധൈര്യം പകരുന്നതാവണം പ്രിയരെ ഈ നോമ്പുകാലം. ചാപ്ലിനെ നമുക്ക് ഒരു വട്ടം കൂടെ ഓർക്കാം. 2ാം ലോക മഹായുദ്ധകാലത്ത് സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലറിനെ നിർദ്ദയം വിമർശിച്ചുകൊണ്ടുള്ള ഒരു ചാപ്ലിൻ ചിത്രം ഉണ്ടായിരുന്നു, ദ ഡിക്റ്റേറ്റർ. പറ്റുമെങ്കിൽ അതിലെ അവസാന പ്രഭാഷണം ഒന്ന് കേൾക്കണം. യന്ത്രങ്ങളെക്കാളധികം മനുഷ്യത്വമാണ് നമുക്ക് വേണ്ടത്. സാമർഥ്യത്തെക്കാളധികം ദയയും സൗമ്യതയുമാണ് നമുക്ക് വേണ്ടത്. ഈ ഗുണങ്ങൾ കൂടാതെ ജീവിതം ഹിംസാത്മകമായിരിക്കും, എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും എന്നിങ്ങനെ നമ്മുടെ സുഖാനുഭവങ്ങൾക്ക് ഭംഗം വരുത്തുന്ന നിരവധി വരികൾ അതിലുണ്ട്. ഒരുപക്ഷെ മാനവികതയിൽ ഊന്നി സംസാരിച്ച ആ തെണ്ടി ട്രംപ് നമ്മെ ചിലത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്നതും നുകത്തിൻ്റെ അമിക്കയറുകളെ പൊട്ടിക്കുന്നതും നോമ്പിൽ ഉൾപ്പെടുന്നുവെന്ന് യെശയ്യാവിൻ്റെ വാക്കിലെ ചില വരികൾ പോലെ. വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നവരാകരുത് നാം. നേരിൻ്റെ പാതയിൽ യഥാസ്ഥാനപ്പെടണം നമുക്ക്. നമസ്കാരം.